ഹലോ, വെൽക്കം ബാക്ക്. അപ്പോൾ അന്ന് വിഷുവിന് എങ്ങാണ്ട് സദ്യ ഇട്ടൊരു വീഡിയോ ഇട്ടാണ്, പിന്നെ കഴിഞ്ഞിട്ട് ഇട്ടിട്ടില്ല. അപ്പം രാവിലെ നീച്ചപ്പോൾ അത് ഓട്ടോണ്ടായി. അന്നേരം മീൻകാരൻ ആരോ വന്നു, മീൻകാരനാണ് തോന്നുന്നു. അപ്പം അമ്മ മീൻ പിടിക്കാൻ പോയി. അപ്പം ഞാൻ ഓടിപ്പോയി ഫോൺ എടുത്തിരുന്നാണ് കേട്ടോ. അപ്പം എന്താണ്, ഞാനാണ് ഈ കുത്തുന്നത്, ഒരു കയ്യിൽ ഫോൺ ഒരു കടി ചട്ട കൊടുത്തിട്ട്. കറി ചെറുപയർ കറിയായിരുന്നു. അങ്ങനെ പിന്നെ അമ്മ ചോറ് വയ്ക്കുന്നുണ്ട്. അടുപ്പിലാണ്. ഇവിടെ വരുമ്പോൾ അടുപ്പിൽ ചോറ് വയ്ക്കുള്ളൂ. ആരും ഇല്ലെങ്കിൽ അമ്മ റൈസ് കുക്കറിലൊക്കെ ചോറ് വയ്ക്കുള്ളൂ. പിന്നെ പഴയ വീടാണ്, അതുകൊണ്ട് അങ്ങനെയൊക്കെ ഉണ്ടാവുള്ളൂ. പൊളിഞ്ഞതും എന്തൊക്കെ പോയതൊക്കെയാണ്. പിന്നെ അതല്ലാണ്ട് ബീഫ് ഉണ്ടാക്കുന്നുണ്ട്. ബീഫ് ഇട്ടു, പിന്നെ സവാള, തക്കാളി, ഇഞ്ചി, വെളുത്തുള്ളി പേസ്റ്റ്, ഉപ്പ്, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, ഇങ്ങനെ മുളക് പൊടി, അങ്ങനെ എല്ലാം ഇട്ട് കറിവേപ്പിൻ്റെ എല്ലാം ഇട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഇപ്പം നന്നായിട്ട് അങ്ങനെ മിക്സ് ആക്കും. ഇവിടെ അമ്മ അങ്ങനെയാണ് കേട്ടോ ബീഫ് ഉണ്ടാക്കുക. ആദ്യമൊന്നും ഉമ്മ ബീഫ് ഉണ്ടാക്കല്ലായിരുന്നു, ഉമ്മക്ക് ഇഷ്ടമല്ലായിരുന്നു. ബീഫ് ഇഷ്ടമാണെങ്കിലും ആൾക്ക് നന്നാക്കണമൊന്നും വലിയ ഇഷ്ടമല്ലായിരുന്നു. ഇപ്പം പിന്നെ കുഴപ്പമില്ല. അപ്പോൾ അതങ്ങനെ ആക്കിയിട്ട് അപ്പോൾ ഒക്കെ നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് പിന്നെ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് നമ്മളത് നന്നായിട്ട് അങ്ങോട്ട് മൂടി വയ്ക്കും. സവാള അല്ല കേട്ടോ ഇട്ടത്, കുഞ്ഞുള്ളിയാണെന്ന് തോന്നുന്നു. അതുകൊണ്ട് കിടക്കണ കുഞ്ഞുള്ളി. അപ്പോൾ കുഞ്ഞുള്ളിയാണ് ഇട്ടിട്ടുള്ളത്. എന്നിട്ട് അത് നന്നായിട്ട് മിക്സ് ചെയ്ത് നമ്മളിത് അടുപ്പിലോട്ട് അങ്ങോട്ട് വയ്ക്കും. അതിൻ്റെ കൂടെ ഒരു തക്കാളി ചാടിപ്പോയി. അപ്പം നമ്മളങ്ങനെ വെച്ചിട്ടുണ്ട്. പിന്നെ കുറച്ച് ബീഫ് മാറ്റി വെച്ചിട്ടുണ്ട്. കുറേ ബീഫ് കാക്കു മേടിച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പം അമ്മ പകുതി എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പം നമ്മുടെ ബീഫ് ഇത് അവിടെ അങ്ങനെ ആയി. അത് കഴിഞ്ഞിട്ട് എൻ്റെ അമ്മ താളിപ്പ്, അതായത് മുരിങ്ങൻ്റെ ഇല താളിപ്പാട്ടം ഉണ്ടാക്കുന്നത്. ബീഫ് ഉണ്ടായതുകൊണ്ട് എല്ലാവരും ബീഫ് കൂട്ടും. അപ്പം പിന്നെ എന്തെങ്കിലുമൊക്കെ ഒരു ഒഴിച്ച് കറി വേണമല്ലോ. അപ്പം അമ്മ കുറച്ച് മുരിങ്ങൻ്റെ ഇല താളിപ്പ് ഉണ്ടാക്കുകയാണ്. അപ്പോൾ വെളിച്ചെണ്ണയിൽ കുഞ്ഞുള്ളി, പച്ചമുളകും നന്നായിട്ട് വഴറ്റിയിട്ടുണ്ട്. അത് നന്നായിട്ട് ശേഷം നമ്മളെ മുരിങ്ങൻ്റെ ഇല വയ്ക്കുക. ഇങ്ങനെ ഉണ്ടാക്കുന്നത്. എന്നിട്ടിത് നന്നായിട്ട് വഴറ്റിയിട്ട് പിന്നെ കഞ്ഞിവെള്ളം ഒഴിക്കും. ഞാനിങ്ങനെ ആക്കിയിട്ട് കഞ്ഞിവെള്ളം ഒഴിച്ച് കഞ്ഞിവെള്ളം തിളച്ചിട്ട് ഇല ഇടും, അത്രേ ഉള്ളൂ. അപ്പോൾ ഞാൻ അമ്മയോട് വെച്ചിട്ട് നമ്മൾ ഇങ്ങനെ ഉണ്ടാക്കുന്നത് ഇങ്ങനെ ഉണ്ടാക്കാം എന്നാണ് അമ്മ പറഞ്ഞത്. കഴിഞ്ഞിട്ട് കുറച്ച് കഞ്ഞിവെള്ളം ഒഴിക്കുന്നുണ്ട്. പിന്നെ കുറച്ച് ഉപ്പൊക്കെ ഇട്ടെടുത്ത് നമ്മളങ്ങനെ നമ്മുടെ മുരിങ്ങൻ്റെ ഇല താളിപ്പും അങ്ങനെ അവിടെ സെറ്റാവുന്നുണ്ട്. അപ്പം ഇതൊക്കെ ആയിരുന്നു ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ. പിന്നെ അത് കൂടാണ്ട് വേറെന്തോ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. സാമ്പാർ കേട്ടോ, സാമ്പാറുണ്ട്. അപ്പം സാമ്പാറാണത്, നമ്മൾ വറുത്തരച്ച സാമ്പാറാണ്. പിന്നെ നിങ്ങളതിൻ്റെ പിടിയൊന്നും നോക്കണ്ട. അതിൻ്റെ അസുന പോയപ്പം ഇമ്മ എന്തോ ഒരു സാധനം ഇട്ടിച്ചതാണ് കേട്ടോ. വല്ല കമ്പി എന്തോ വെച്ചാണ്, അങ്ങനെ എടുക്കണമല്ലോ, അതുകൊണ്ട് ഉമ്മാൻ്റെ ടെക്നിക്ക്. പിന്നെ ഇത് നമ്മുടെ മുരിങ്ങൻ്റെ താളിപ്പ്. അപ്പം അതുപോയി. എൻ്റെ അടുത്ത് നമ്മുടെ ബീഫ് നന്നായിട്ട് വെന്തപ്പോൾ കുറച്ചുള്ളൂ, വളരെ കുറച്ചുള്ളൂ. അപ്പം പറഞ്ഞു ഇതുണ്ടാവുമോ എന്ന് ചോദിച്ചിട്ടോ. ഞാൻ കേട്ട പാടി കേൾക്കാത്ത പാടി ഉണ്ടാവില്ല, കുറച്ചുള്ളൂ പറഞ്ഞു. അപ്പോൾ അമ്മ മാറ്റി വെച്ച ബീഫും കൂടെ അതുകൊണ്ട് അപ്പുറത്തെ കുക്കർ കണ്ടോ കത്തിച്ച് വെച്ചിങ്ങനെ അതിലിട്ടിട്ട് ആക്കണുണ്ട്. അപ്പോൾ അതിനടുത്ത് നമ്മൾ ഫസ്റ്റ് ഇട്ടത് ഉള്ളിലൊക്കെ മുപ്പിച്ച് കറിവേപ്പിൻ്റെ എല്ലാം ഇട്ട് അത് നല്ല ഫ്രൈ ആക്കി എടുക്കുന്നുണ്ട്. അപ്പം നമ്മളെ ബീഫ് ഫ്രൈയും ഇവിടെ സെറ്റായിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ അങ്ങനെ ബീഫ് ഉണ്ടാക്കിയാലും ടേസ്റ്റാണ്. പിന്നെ അതിൻ്റെ ഇടയ്ക്ക് ഞങ്ങൾക്ക് 2 മാങ്ങ കിട്ടി. അപ്പം അത് കവറിലൊക്കെ ഇട്ട് കുത്തി ചതച്ച് ഉപ്പും മഞ്ഞപ്പൊടിയല്ല മുളകും പൊടിയൊക്കെ ഇട്ടിട്ട് ഞങ്ങൾ തിന്നുകയാണ് ഗൈസ്. ഇപ്പോൾ വോയിസ് ഓവർ കൊടുക്കുമ്പോൾ ഇത് കാണുമ്പോൾ കൊതിയാവുന്നു. അത് കഴിഞ്ഞ് ഉച്ചയായപ്പോൾ ഞങ്ങൾ ചോറുന്നു. പപ്പടം, താളിപ്പ്,
ഞാൻ കുറച്ച് സാമ്പാർ എടുത്തിട്ടുള്ളൂ, പിന്നെ ബീഫും അതൊക്കെ കുട്ടികൾ ചോറ് വെച്ചു. പിന്നെ രാത്രി ചപ്പാത്തി കാക്കുണ്ടായതുകൊണ്ട് ഉമ്മ ചപ്പാത്തി ഉണ്ടാക്കുകയാണ്. അത് 4-5 ചപ്പാത്തി ഉള്ളു. ചപ്പാത്തി ഉണ്ടാക്കി എല്ലാവർക്കും ഭയങ്കര ആക്രയാണ്. ചപ്പാത്തിയും ബീഫും വെച്ചു. ഞാൻ കഴിച്ചില്ല കേട്ടോ, എനിക്ക് പണ്ടേ ചപ്പാത്തി ഇഷ്ടമല്ല. പക്ഷേ ഈ ചപ്പാത്തി ഒരു 1.5 ചപ്പാത്തിയാണ്. കാരണം എന്താ പറയുക, നല്ല മയമുള്ള ചപ്പാത്തിയാണിത്. ഇപ്പോൾ സാധാരണ ചപ്പാത്തിയൊക്കെ നമ്മൾ ചുട്ടപാട് തിന്നിട്ടില്ലെങ്കിൽ പിന്നെ ഭയങ്കര ഒരു മുരമുരാനിരിക്കും. അതായത് എന്താ പറയുക, ഒരു 2 ആൾ വേണ്ടി വരും അത് പറിച്ചെടുക്കാൻ. അങ്ങനത്തെ ഭയങ്കര ഒരു ഹാർഡായിട്ടുള്ളൊരു ചപ്പാത്തിയാണ്. അതുകൊണ്ട് തന്നെ എനിക്ക് ചപ്പാത്തിനോട് ഇഷ്ടമേ അല്ല. വിശന്നാൽ പോലും ഞാൻ തിന്നൂല, എനിക്ക് ഇഷ്ടമല്ല ചപ്പാത്തി. പക്ഷേ ഈ ചപ്പാത്തി തിന്നൂല, നല്ല സ്വാദാണ്, അതായത് നല്ല മയമാണ്. ഇപ്പോൾ ഇത് രാത്രി ഒരു 7 മണിയൊക്കെ ആയപ്പോഴാണ് ഇത് ഉണ്ടാക്കുന്നത്. 7-7:30 ആയി ഉണ്ടാവും. പക്ഷെ പിറ്റേന്ന് രാവിലെ അല്ല, ഉച്ചയ്ക്ക് 12 മണി 11:30-12 മണിയൊക്കെ ആയപ്പോൾ ഞാനിതെടുത്ത് നോക്കിയപ്പോഴും ഇതേ സോഫ്റ്റ് ആയിട്ടുണ്ടായിരുന്നു കേട്ടോ ഈ ഒരു ചപ്പാത്തി. ഞാനിതിൽ ആഡ് ചെയ്തിട്ടുണ്ട് ആ ഒരു ഭാഗം, ടൈമും കാര്യങ്ങളൊക്കെ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പം ഉച്ചയ്ക്ക് രാത്രി ഞങ്ങൾ ചപ്പാത്തി ഉണ്ടാക്കി. അപ്പോഴും ഞാൻ തിന്നിട്ടൊന്നുമില്ല, ഞാൻ പിറ്റേന്ന് രാവിലെയാണ് തിന്നത്. അപ്പം ഇത് നന്നായിട്ട് പൊള്ളച്ചൊക്കെ വരും കേട്ടോ. പിന്നെ ഞാൻ ഫസ്റ്റിൽ തന്നെ കൊണ്ടുപോയി ക്യാമറയും കൊണ്ടുപോയി ചെന്നിട്ട് ഇത് ആവണ്ടേ എനിക്കതിനുള്ള സമയമൊന്നുമില്ല, ഞാൻ അത്ര മതിയായിരുന്നു. പക്ഷേ സമയം പൊള്ളച്ചിട്ടുണ്ട് കേട്ടോ, നിങ്ങൾക്ക് കാണുന്നുണ്ടാവുമല്ലോ. അപ്പം അങ്ങനെ സംഭവം എന്തായാലും എന്താ പറയുക, എനിക്കിത് തിന്നുമ്പോൾ ചപ്പാത്തി തിന്നണ ഒരു ഫീലല്ല, നമ്മുടെ പത്തിരിയൊക്കെ തിന്നണ ആ ഒരു ഇത് അത്രയ്ക്ക് നല്ല സോഫ്റ്റാണ് കേട്ടോ ഈ ഒരു ചപ്പാത്തി. അപ്പോഴത്തേ പൊള്ളച്ചിട്ടുണ്ട് ആൾ. എങ്ങനെ പിന്നെ നമ്മളെ ചപ്പാത്തിയൊക്കെ അങ്ങനെ ചുട്ട് എടുത്തിട്ടുണ്ട്. ചുടുന്നു, ഓരോരുത്തർ തിന്നുന്നു. അങ്ങനെ ഓരൊക്കെ ചപ്പാത്തി തിന്ന് ഞാനും ബീഫും മുരിങ്ങൻ്റെ ഇലയും കൂട്ടി ഞാൻ വീണ്ടും ചോറുന്നു. അപ്പം നമ്മൾ ഇന്നത്തെ വിശേഷങ്ങളൊക്കെ ഇത്രയൊക്കെ ഉള്ളൂ. വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ നിങ്ങളൊന്ന് ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനൊന്നും മറക്കരുത്. അപ്പം ഞാൻ ഇതിൻ്റെ അടുത്ത് തന്നെ പറഞ്ഞു എന്നുള്ളൂ, ഇടയ്ക്കിടയ്ക്ക് പറയണമല്ലോ. അപ്പോഴത്തെ അതിൻ്റെ അടുത്ത് നമ്മൾ ചപ്പാത്തിയൊക്കെ ആയി. പിന്നെ ചപ്പാത്തിക്ക് വല്ല ഷേപ്പൊന്നും ഉണ്ടാവില്ല കേട്ടോ, കാരണം നമ്മളിങ്ങനെ ചപ്പാത്തി ചുട്ട് അതിൻ്റെ അരും മുഖമൊക്കെ നല്ല ലെവലാക്കൊന്നുമില്ല. ഏത് ഷേപ്പിൽ ചപ്പാത്തി കിട്ടണോ ആ ഷേപ്പിൽ അങ്ങോട്ട് തിന്നുക, അല്ലെങ്കിൽ ഷേപ്പിലൊന്നും വലിയ കാര്യമില്ലല്ലോ, എന്തായാലും പിച്ചി പറിച്ചല്ലേ തിന്നുക. അപ്പോൾ ഈ പിറ്റേ ദിവസത്തെ ചപ്പാത്തിൻ്റെ സോഫ്റ്റ്നെസ് നിങ്ങൾ കണ്ടോളൂ. ഇപ്പോൾ സമയം വന്നിട്ട് ഒരു 12:45 ആയി ഉണ്ടാവും. അതാണ് എൻ്റെ ഒരു ഓർമ്മ. എന്താ ഞാൻ ടൈം കാണിക്കുന്നല്ലോ. അപ്പോൾ ഇത്രയും സോഫ്റ്റ് ആയിട്ടുണ്ട് ഈ ചപ്പാത്തി. ഈ സമയം വരെ ഇതേയും നല്ല മഴ ഉണ്ടായിരുന്നു. അപ്പോഴത്തേ സമയം 12:45 തന്നെ. അപ്പോൾ കണ്ടല്ലോ നിങ്ങൾ. അപ്പോൾ ഇത്രയുള്ള നമ്മളെ വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് അടിച്ചാളി, സബ്സ്ക്രൈബ് ചെയ്താളി, സപ്പോർട്ട് ചെയ്താളി. അപ്പോൾ ശരി ടാറ്റ ബൈ, സീ യു.